യെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുറുകെ പിടിക്കൽ അനിവാര്യമാണ്. ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം തന്നെ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ റബ്ബിന് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. എൻ്റെ ജീവിതവും മരണവും വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇത് രണ്ടും അള്ളാഹുവിനുള്ളതാണ്. നിസ്കരിക്കുന്നത് അള്ളാഹുവിനാണ്, സക്കാത്ത് കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഒരാളോട് ആത്മാർത്ഥമായി സലാം പറഞ്ഞ് പുഞ്ചിരി തൂകി ബന്ധം പുതുക്കുന്നതും അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാനാണ്. വഴിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നത്, അയൽവാസിയോടുള്ള ബന്ധം പുലർത്തുന്നത്, കുടുംബങ്ങളോടുള്ള ബന്ധം ചേർക്കുന്നത്, വ്യക്തിപരമായി സാമൂഹികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ കണിശത കാണിക്കൽ, ഇതൊക്കെ ദീനാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും, ഓരോ അനക്കവും, ഓരോ നീക്കവും അള്ളാഹുവിൻ്റെ ദീൻ നിർദ്ദേശിച്ചത് പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ, അവന്റെ നല്ല നിലക്കുള്ള ഉദ്ദേശങ്ങളാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം കൂലി കണക്കാക്കുന്നു എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാർത്ഥമായ വാക്കുകൾ വെറുതെയല്ല, ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ വെറുതെയല്ല, സത്യസന്ധമായ നല്ല നിലക്കുള്ള വിചാരങ്ങൾ വെറുതെയല്ല. അതൊക്കെ അള്ളാഹുവിൽ നിന്ന് മഹത്തായ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ദീനിൽപ്പെട്ടതാണ്. അത് ഉൾക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നാം ഓരോരുത്തരും അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുള്ളത്. ഈ ബോധത്തിൽ നിന്ന്, ഈ തിരിച്ചറിവിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. പല ആളുകളും പറയും, എത്രയോ പുരോഗതി കൈവരിക്കപ്പെട്ട, വളരെയധികം വളർച്ച ലോകത്തുണ്ടായ, എന്തെന്നില്ലാത്ത മാറ്റങ്ങൾക്ക് നമ്മളൊക്കെ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് പ്രസക്തിയാണ് ദീനുള്ളത്? എന്താണ് എവിടെയും ദീന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ദീന് വേണം, വേണ്ട എന്നല്ല. ഇവിടെ നമുക്ക് ദീന് വേണ്ട, അവിടെ നമുക്ക് ദീന് വേണ്ട, പിന്നെ എവിടെയാണ് ദീൻ ആവശ്യം? അങ്ങനെ ഓരോരുത്തരും ഇവിടെ വേണ്ട അവിടെ വേണ്ട എന്ന ചോദ്യങ്ങളിലൂടെ ദീനിന്റെ വില കുറച്ചു കാണുകയാണെങ്കിൽ അത്തരക്കാരിൽ എവിടെയാണ് ദീനിന് സ്ഥാനമുണ്ടാവുക? അതുകൊണ്ട് ഏത് മേഖലയിലും, നാം ഇടപെടുന്ന ഏത് രംഗത്തും, നാം എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ദീനിന്റെ യഥാർത്ഥ വക്താക്കളായി, അതിൻ്റെ വാഹകരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. കല്യാണ വീടായാലും, കുടുംബക്കാർ സംഗമിക്കുന്ന ഇടങ്ങളാണെങ്കിലും, അങ്ങാടിയാണെങ്കിലും, നമ്മുടെ വീടിൻ്റെ അകത്താണെങ്കിലും, വിദേശത്താണെങ്കിലും, സ്വദേശത്താണെങ്കിലും, ജോലിസ്ഥലത്താണെങ്കിലും, എവിടെയായിരുന്നാലും അള്ളാഹുവിൻ്റെ ദീനാണ് നമ്മുടെ വഴികാട്ടിയും വെളിച്ചവും എന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞേ മതിയാകും. അത് എത്ര വലിയ പുരോഗമനവാദി അല്ലെങ്കിൽ ഉയർന്നൊക്കെ ചിന്തിക്കുന്ന ആൾ, വളരെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല ഉയർച്ചയിലുണ്ട് എന്ന നിലക്കൊക്കെ നമ്മൾ കാണുന്ന ആളുകൾ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ ദീനിന് യാതൊരു മാറ്റവും, ഒരു മങ്ങലും, ഒരു കോട്ടവും സംഭവിക്കൂല. ഈ അടുത്ത് ഒരാള് ഒരു പരിപാടിക്ക് അയാള് വളരെ സന്തോഷത്തിൽ വിളിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഇവിടെ നല്ല അറിവുള്ള ആളാണ് എന്ന് നാട്ടിലുള്ളവർക്കെല്ലാം ബോധ്യമുള്ള ഒരാൾ, അയാളിൽ ചില മാറ്റങ്ങളൊക്കെ പ്രകടമായിട്ടുണ്ട്. അയാള് യൂട്യൂബ് ചാനൽ സംവിധാനത്തിലൂടെ ഇസ്ലാമിനെ ചെറുതാക്കുകയും, ഇതൊക്കെ ഒരുപാട് പുരോഗതി കൈവരിച്ച കാലമല്ലേ, ഇക്കാലത്ത് ഇങ്ങനെ കാർക്കശ്യത്തോടെ, ഗൗരവത്തോടെ, കണിശതയോടെ ഇസ്ലാം ദീൻ എന്നൊക്കെ പറഞ്ഞ്
പോകാൻ പാടുണ്ടോ? ഇതാരാ ചോദിക്കുന്നത്? നാട്ടിലുള്ള ആളുകൾക്ക് അയാൾ ഉയരത്തിലുള്ള ഒരു വ്യക്തിയാണ്, ഉന്നത സ്ഥാനത്തുള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ ഈ സംസാരം സ്വാഭാവികമായും സാധാരണക്കാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കും. ആ പേടി കൊണ്ടാണ് ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ പ്രത്യേക ആ കാര്യം പറഞ്ഞത്. അയാൾക്ക് മ്യൂസിക് പ്രശ്നമല്ല. ഇക്കാലത്ത് മനുഷ്യനെ നശിപ്പിക്കുന്ന മാരകമായ കാരണങ്ങളിൽ ഒന്ന് മ്യൂസിക്കാണെന്ന് പല ആളുകളും തിരിച്ചറിഞ്ഞു. വലിയ അപകടങ്ങൾക്ക് കാരണം, മനുഷ്യനെ പ്രത്യേകം മത്തുപിടിച്ച അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കാരണം, സ്വബോധം നഷ്ടപ്പെടുത്താനുള്ള കാരണമൊക്കെ ലഹരിയാണെന്ന് കണ്ടെത്തപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അയാൾ പറയും മ്യൂസിക് പോലെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും രൂപങ്ങളോ എഴുത്തുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തിനാ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ആളുകളിട്ട് വന്നോട്ടെ. ഈ രൂപത്തിലൊക്കെ ഇസ്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന നിലക്ക് അയാളുടെ വക അയാൾ അങ്ങനെ ആക്കി തീർക്കുന്നു. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ തോന്നാൻ പാടില്ല. എന്തുകൊണ്ട്? കാര്യം ചെറുതാണോ വലുതാണോ എന്നല്ല, അള്ളാഹുവിൻ്റെ ദീനിൽ നിർദ്ദേശമുണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം. അപ്പൊ ആ വിഷയപ്രകാരം നമ്മൾ നോക്കുമ്പോൾ എവിടെയും ദീനാണ് പ്രസക്തം. ദീനിന്റെ മുകളിൽ നമ്മൾ പോകാൻ പാടില്ല. കാരണം നമ്മളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹ്. നമ്മുടെ ജീവിതം എങ്ങനെ പോകണം എന്ന വഴികാട്ടിയാണ് ദീൻ. അപ്പൊ ആ ദീനിന്റെ മേലെ നമ്മൾ വന്ന എന്താ അവസ്ഥ? അതൊരിക്കലും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, അല്ലാഹുവേ എൻ്റെ ദീൻ എനിക്ക് നന്നാക്കി തരണം. ആ ദീനിന്റെ പ്രത്യേകത അല്ലദീ ഹുവ ഇസ്മത്തു അംരി എന്നാണ്. എൻ്റെ കാര്യങ്ങളുടെ തീരുമാനമാണ് ആ ദീൻ. ഞാൻ എന്താകണം, എന്താകാൻ പാടില്ല, എന്ത് പറയണം, പറയാൻ പാടില്ല, എവിടെ പോകണം, പോകാൻ പാടില്ല, എന്ത് ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമാക്കി തന്ന ഒരു നിയമ സംഹിതയാണ്, ഒരു ശരീഅത്താണ് അള്ളാഹുവിൻ്റെ ദീൻ. അള്ളാഹുവിൻ്റെ തൃപ്തി നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണത്. അതിനെ ഇഷ്ടപ്പെടാനും അതിൻ്റെ യഥാർത്ഥ വാഹകരായി അനുയായികളായി മാറാനും വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ വിഷയത്തിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗമാണ് ഏറ്റവും പ്രധാനം. അഥവാ തന്നിഷ്ടങ്ങൾ, ദേഹേച്ഛ, ഓരോരുത്തർക്കും തോന്നിയതൊക്കെ ദീനാക്കി മാറ്റാനുള്ള ഒരു വെപ്രാളം. അതിനാണ് അറബിയിൽ അൽ ഹവ എന്ന് പറയുക. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പദം കൊണ്ടുവന്നിട്ടുണ്ട്. അൽ ഹവ എന്ന് പറയും. സാധാരണയായി നമുക്ക് അറിയുന്ന ഒരു വാക്ക് തന്നെയാണ് ഹവ എന്നത്. അതിൻ്റെ അർത്ഥം തന്നിഷ്ടം. എന്താണ് ഒരാൾക്ക് തോന്നിയത് അത് ചെയ്യുക, അത് പ്രവർത്തിക്കുക എന്നതാണ്. ചിലപ്പോ മാനുഷികമായി നമ്മളൊക്കെ എനിക്കങ്ങനെ തോന്നി, എനിക്കങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു പോകാറുണ്ട്. അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. അതിന് വിലക്കില്ല. അത് ഇസ്ലാം ഒരിക്കലും വിരോധിച്ചിട്ടില്ല. പക്ഷെ ഇസ്ലാം എവിടെയാണ് വിലക്കിയത്? ആ തോന്നൽ പ്രകാരം നമ്മൾ പറയാനോ പ്രവർത്തിക്കാനോ സന്നദ്ധരായാൽ അതാണ് പ്രശ്നം. ഒരാൾ പറയാ എനിക്കിങ്ങനെ തോന്നിയത്, അയാളങ്ങനെ പറഞ്ഞു. പിന്നെ അയാൾക്ക് തോന്നുകയാണ് എന്തിനാപ്പ നിസ്കാരം, അയാൾക്ക് തോന്നുകയാണ് എന്തിനാപ്പ സക്കാത്ത്, അയാൾക്ക് തോന്നുകയാണ് എന്തിനാണ് ഒരു ഖുർആൻ പാരായണം, അല്ലെങ്കിൽ എന്തിനാണ് എന്ന നിലക്ക് ഓരോ വിഷയത്തിലേക്കും എന്തിനാണ് എന്ന ചോദ്യം ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പൊ അയാളെ വാക്കും അയാളെ പ്രവൃത്തിയും ഒക്കെ എന്താകും? ആ വിചാരത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത പ്രകടമാകും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. നഫ്സുൽ ഹവാ വശഹവ ലാ യുആഖബു അലൈഹി എന്നാണ്. ഒരാളെ മനസ്സിൽ ഇങ്ങനെ തോന്നി, അല്ലെങ്കിൽ എന്തോ ഒരു ചിന്ത വന്നു, അതു കാരണം അയാൾ ശിക്ഷിക്കപ്പെടുകയില്ല. ബൽ അലാ ഇത്തിബാഇഹി വൽ അമലി ബിഹി. അയാൾ ശിക്ഷിക്കപ്പെടൽ എങ്ങനെയാണ്?
ആ തോന്നൽ കൊണ്ട് അയാൾ അതിനെ പിൻപറ്റുകയും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ ശിക്ഷ അള്ളാന്റെ അടുത്തുണ്ടാവും. രണ്ട് വ്യത്യാസം മനസ്സിലാക്കി തന്നെ പോകണം. ഒന്ന് പ്രകൃതിയാലുള്ള ഒരു തോന്നൽ, ഒരു വിചാരമാണ്. ആ വിചാരത്തിൽ അള്ളിപ്പിടിച്ച് പലതും ചെയ്യാനും പലതും പറയാനും ഒരാൾ തയ്യാറായാൽ അയാൾക്ക് ശിക്ഷയുണ്ടാകും. ഫൈദാ കാനത്തിൻ നഫ്സു തഹ്വാ വഹുവ യൻഹാഹാ കാന നഹിയുഹു ഇബാദതൻ വഅമലൻ സ്വാലിഹാ എന്നാണ്. ഒരാളുടെ മനസ്സ് അയാളോട് പലതും ഇങ്ങനെ മന്ത്രിച്ചു, അത് ചെയ്തോ, അങ്ങനെ പറഞ്ഞോ, ഇങ്ങനെ വിചാരിച്ചോ, അതൊന്നും കുഴപ്പമില്ല എന്ന് അയാളുടെ മനസ്സ് അയാളോട് ഇങ്ങനെ പറയുക. പക്ഷെ അയാൾക്കൊരു പേടി, ഞാനത് പറഞ്ഞാൽ, ഞാനത് ചെയ്താൽ, ഞാൻ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എനിക്ക് മാത്രമല്ല, ഞാൻ കാരണം പലർക്കും അത് അപകടമാണ്, പലർക്കും അത് പ്രശ്നമുണ്ടാകാൻ കാരണമാണ് എന്ന് മനസ്സിലാക്കി അയാൾ ആ തെറ്റായ ചിന്തയിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹ് ഒരു ഇബാദത്തിന്റെ കൂലി കൊടുക്കുന്നതാണ്. ഒരു സൽക്കർമ്മമായി ആ നിലപാടിനെ അള്ളാഹു കണക്കാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വെളിച്ചത്തിലും വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ശൈഖുൽ ഇസ്ലാം ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം തെളിവായി കൊടുത്ത ആയത്ത് അറിയോ? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന പേടി, ഞാനിവിടെ നാട്ടുകാരെ മുമ്പിലോ കുടുംബക്കാരെ മുമ്പിലോ കൂട്ടുകാരെ മുമ്പിലോ സഹപ്രവർത്തകരെ മുമ്പിലോ സഹപാഠികളെ മുമ്പിലോ നിന്നാ പോരാ. എന്നെ പടച്ച് പരിപാലിച്ച് എൻ്റെ ആരാധ്യനായി എനിക്ക് വേണ്ട എല്ലാം സംവിധാനിച്ച എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഒറ്റക്ക് നിൽക്കേണ്ട ഒരു ദിവസം വരാണ്ട്, ഒരു സമയം വരാനുണ്ട്. അവിടെ എനിക്ക് തുണയായി ആരുമില്ല, എനിക്ക് തണലായി ആരുമില്ല. ഒരു നഖം കൊണ്ടുപോലും, ഒരു നഖത്തിന്റെ പൊട്ടുകൊണ്ടുപോലും നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഒറ്റക്കാകുന്ന ദിവസം, ആ ദിനത്തെ പേടിച്ച് ദേഹേച്ഛകളെ തൊട്ട് മാറി നിന്നവർ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്ക് അല്ലാഹ് കൊടുക്കുന്ന സങ്കേതം സ്വർഗമാണ്. ദേഹേച്ഛകളെയും തോന്നിയ രൂപത്തിലുള്ള വികാരങ്ങളെയും ദുഷിച്ച ചിന്തകളെയും ജീവിതത്തിൽ നിന്ന് അകറ്റി ജീവിക്കുന്നവരിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന കൺകുളിർമയുടെ അനുഗ്രഹീത ലോകമാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ ഒരു തടസ്സമാണ് തന്നിഷ്ടങ്ങൾ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും പല ചിന്തകളുണ്ടാവും, പല തോന്നലുകളുണ്ടാവും. ഇന്നലെ തോന്നിയ ഒരു കാര്യം ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് അത് ഇന്ന് വേണ്ട എന്ന് വെച്ച മാനസികാവസ്ഥ ഇരിക്കുന്നവരുണ്ടാവും. ഇന്ന് വേണ്ട, നാളെ ചെയ്യാ, നാളെയാണ് കുറച്ചുകൂടി നല്ല അവസരം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകും. പല മാനസിക അവസ്ഥകളിൽ ആണായാലും പെണ്ണായാലും ഉണ്ടാവും. അത് ത്വബീഅത്താണ്, മനുഷ്യന്റെ പ്രകൃതമാണ്. ആ പ്രകൃതത്തെ നമ്മൾ പേടിക്കേണ്ടത് എങ്ങനെയാണ്? എൻ്റെ റബ്ബിന് കൊടുക്കേണ്ട ഇഷ്ടം, എൻ്റെ റബ്ബിന് കൊടുക്കേണ്ട അനുസരണം, എൻ്റെ റബ്ബിനോട് കാണിക്കേണ്ട അടുപ്പം, ഇതിന് വിഘാതം സൃഷ്ടിക്കുന്ന, ഇതിനെ ഇല്ലാതെയാക്കുന്ന തരത്തിൽ എൻ്റെ ഇഷ്ടം എനിക്കൊരു പ്രശ്നമായി, ഒരു രോഗമായി മാറുന്നുണ്ടോ എന്നാണ് നമ്മൾ ഭയക്കേണ്ടത്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇഷ്ടം നോക്കൂ നിങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കൊടുക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? അഷ്റഫുൽ ഖൽഖാണ്, നമ്മുടെ വഴികാട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം നമുക്കുണ്ടെങ്കിലേ ഈമാൻ പൂർത്തിയാകുള്ളൂ. അപ്പൊ അള്ളാഹ്ക്കുള്ള ഇഷ്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും വകവെച്ച് കൊടുക്കാൻ പറ്റൂല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് അതിനെ കൊടുക്കുക? നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തെ മാറ്റിവെക്കുക? അതൊരിക്കലും ഇല്ല. അള്ളാഹുവിനുള്ള അനുസരണത്തെ മാറ്റിവെക്കാൻ അള്ളാഹു തന്ന ചില ഇളവുകൾ ഉണ്ട്, അതല്ലാതെ പറ്റൂല. അതാണ് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ
ബാപ്പാനെ അനുസരിക്കേണ്ട ഒരു മകൻ, ഉമ്മയെ ഇഷ്ടപ്പെടേണ്ട ഒരു മകൾ, ഇവരെടുത്ത് ന്യായമായി തന്നെ എന്തെങ്കിലും വീഴ്ച വന്നു എന്ന് കരുതുക. കാരണങ്ങൾ കൊണ്ട് ആ നേരം ബാപ്പ പറഞ്ഞതൊന്നും കേൾക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഉമ്മാക്ക് കൊടുക്കേണ്ട ഇഷ്ടം ആ നേരത്ത് പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ന്യായമാണ്. ഒന്നുകിൽ മകൻ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ മകൾ വേറെന്തോ തിരക്കിലായി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഒരു ബാപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്ത് പ്രകടമാകുന്ന ഒരു ദേഷ്യം, ഒരു വല്ലാത്തൊരു വെറുപ്പ് ആലോചിച്ച് നോക്കാണ്. ഒരു സെക്കൻഡെങ്കിലും ബാപ്പ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലേ എന്ന് ചോദിക്കൂലേ? അല്ലെങ്കിൽ ഉമ്മ എന്നോട് നിനക്കൊന്ന് പുഞ്ചിരിക്കാൻ തോന്നിയില്ലല്ലേ എന്ന് ചോദിക്കൂലേ? അത്ര പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഇളവ് ഉപയോഗിച്ച് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അനുസരണവും പ്രകടിപ്പിച്ചാൽ അത്ര പോലും എന്ന് വേണ്ട, ഒരൽപ്പം പോലും അള്ളാഹു എന്ത് ചെയ്യൂല, ഒരു വെറുപ്പ്, ഒരു ദേഷ്യം നമ്മളോട് കാണിക്കൂല. ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ കൊടുക്കേണ്ട അനുസരണത്തിൽ, നമ്മൾ കൊടുക്കേണ്ട ഇഷ്ടത്തിൽ ഒരുപാട് ഇളവുകൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രത്യേക ഉദാഹരണം പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഭാഗമാണ്. എത്ര ഇളവുകൾ ഇസ്ലാമിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, എല്ലാവരും എല്ലാ വർഷവും ഹജ്ജിന് പോകണം എന്നൊരു നിയമം ഇസ്ലാമിൽ നിർബന്ധമാണെങ്കിൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്യാത്ത ഒരാൾ ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ എന്താ ചെയ്യുക? ഹജ്ജ് എന്ന് പറഞ്ഞ വലിയൊരു ആരാധനയല്ലേ? ആ വലിയ ആരാധനയുടെ കാര്യത്തിൽ പോലും അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന് കൊടുക്കേണ്ട അനുസരണവും എത്ര ഇളവാണ്. മനിസ്തതാ, സാധിക്കുന്നവർ എടുത്താൽ മതി, സാധിക്കുന്നവർ എടുത്താൽ മതി. കടം വാങ്ങി പോകേണ്ട ആവശ്യമില്ല, ഒരാളെ കബളിപ്പിച്ച് പറ്റിച്ച് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല, പലിശ എടുത്ത് പോകേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഇനി ഒരാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, അയാൾക്ക് ആരോഗ്യമില്ല, അയാൾ പോകേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ആരോഗ്യമുണ്ട്, സാമ്പത്തിക ശേഷിയില്ല, അയാളും പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഒത്തുവന്ന ഒരാളാണ് എന്ത് ചെയ്യേണ്ടത്? ആ കർമ്മത്തിന് പോകേണ്ടത്. അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് തന്ന ഇളവാണ്. ആ ഇളവ് നമ്മൾ എടുക്കുമ്പോൾ അതൊരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, അത് റബ്ബ് നമുക്ക് കണക്കാക്കിയ ഒന്നാണ്. ഇനി ഇവിടെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ, അഥവാ തന്റെ ദേഹേച്ഛയെ പിൻപറ്റി ആ ദേഹേച്ഛയെ ഒരു ആരാധ്യനായി സ്വീകരിച്ച, ആരാധ്യനാക്കി മാറ്റിയ. അള്ളാഹ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ നമ്മുടെ മനസ്സിന് കൊടുക്കുക വഴി എന്താ സംഭവിക്കുന്നത്? അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അനുസരണം ആർക്ക് കൊടുത്തു? നമ്മുടെ മനസ്സിന് കൊടുത്തു. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇഷ്ടം ആർക്ക് കൊടുത്തു? നമ്മുടെ മനസ്സിന് കൊടുത്തു. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇഷ്ടം നമ്മുടെ വികാരങ്ങൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും നമ്മൾ മാറ്റിക്കൊടുത്തു. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും എവിടെയും നമുക്കത് പാടില്ല. നമ്മുടെ മക്കളുടെ പഠന മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിലും, നമ്മുടെ മക്കളുടെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയത്തിലാണെങ്കിലും, കുടുംബരംഗത്താണെങ്കിലും, സാമൂഹിക രംഗത്താണെങ്കിലും, മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ ഇഷ്ടത്തെ മുന്തിക്കുക എന്നതല്ല. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇഷ്ടത്തേക്കാൾ, ഇപ്പൊ നമുക്ക് ഇഷ്ടം ഉണ്ടാകപ്പെടാം, അള്ളാഹു തന്ന മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുമ്പോഴാണല്ലോ നമുക്കിഷ്ടം. അപ്പൊ ആലോചിച്ച് നോക്കാണി, ആ മനസ്സിനെ തന്ന അള്ളാഹ് അവനെ ഇഷ്ടപ്പെടാൻ പറയുമ്പോൾ, അവനെ അനുസരിക്കാൻ പറയുമ്പോൾ ഏതിനെ നമ്മൾ മുന്തിക്കേണ്ടത്? അള്ളാഹു തന്ന ഈ മനസ്സിന്റെ താല്പര്യത്തെയാണോ, അതല്ല ആ മനസ്സിനെ തന്ന അള്ളാഹുവിന്റെ നിയമത്തെയാണോ നമ്മൾ മുന്തിക്കേണ്ടത്? ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയാൽ ഒരുപാട് മേഖലയിൽ നമുക്ക് എളുപ്പമുണ്ടാവും, വലിയ ആശ്വാസം ഉണ്ടാകും. ഇപ്പൊ ഖുർആൻ പ്രത്യേകം പറഞ്ഞു, വലാ തത്തബിഇൽ ഹവാ, ദേഹേച്ഛയെ പിൻപറ്റരുത് എന്നാണ്. അരുത് എന്നാണ്, ഒരു അയഞ്ഞ ശൈലിയല്ല. ഇപ്പോ വലാ തത്തബിഉ എന്നാണെങ്കിൽ
നിങ്ങൾ പിൻപറ്റണ്ട എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു അയഞ്ഞ ശൈലിയല്ലേ? ഒന്ന് പിൻപറ്റി എന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ? അങ്ങനെ ചിന്തിക്കാൻ കാരണമാകും എങ്ങനെയാണെങ്കിൽ വലാ തത്തബിഉൽ ഹവ എന്നാണെങ്കിൽ. അങ്ങനെയല്ല, വലാ തത്തബിഉൽ ഹവ, ഇത് വിരോധനമാണ്, അരുതേ എന്നാണ്. നിങ്ങൾ ദേഹേച്ഛയെ പിൻപറ്റരുത്. ഫയുളില്ലക അൻ സബീലില്ലാ. അതിനൊന്നാമത്തെ അപകടം എന്താ അറിയോ? അള്ളാന്റെ വഴിയിൽ നിന്ന് ആ നിലപാട് നിന്നെ തെറ്റിച്ച് കളയുന്നതാണ്. അള്ളാന്റെ റൂട്ടിൽ നിന്ന് പഴപ്പിച്ചു കളയും. ഇനി എന്താ നമുക്ക് പേടി? ഇത് പേടിക്കണോ പേടിക്കണ്ടേ? അതാണ്, ഒരു ഭാഗത്ത് അള്ളാന്റെ ദീനാണ്, ആ ദീന് പരിശുദ്ധമാണ്, അത് പവിത്രമാണ്, തന്നിഷ്ടങ്ങൾ പ്രകാരം തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ പൊള്ളയാണ്, വ്യാജമാണ്, ഒരു കഴമ്പും അതിനില്ല. ആ വഴിയിലൂടെ മുന്നോട്ട് പോയി പരിപൂർണ വിജയം കണ്ടെത്തി ആരാ ഉള്ളത്? എവിടെങ്കിലുമൊക്കെ പരാജയപ്പെട്ട് ദുർബലരായി ഞുരുമ്പിച്ച് അങ്ങനെ തീരുന്ന അവസ്ഥയല്ലാതെ ആരാണ് ദീന് മാറ്റിവെച്ച് ദുന്യാവിന്റെ പിന്നാലെ മാത്രം പോയിട്ട് വിജയിച്ച ആളുകൾ ആരാ? ആരുമില്ല. അങ്ങനെ ഉണ്ടാവൂല. അവിടെ കുറെ ഒരു കാര്യം കൂടിയും പറഞ്ഞു, വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. നമ്മുടെ ദിക്ർ, നമ്മുടെ അള്ളാനെ പറ്റിയുള്ള ഓർമ്മ, അള്ളാനെ പറ്റിയുള്ള സ്മരണ, ആ സ്മരണയെ തൊട്ട് മനസ്സിനെ അശ്രദ്ധയിലാക്കിയ ആളുകൾ, അള്ളാനെ ഓർക്കാതെ, അള്ളാനെ പറ്റി ഒരു ബോധമല്ല, ദുന്യാവിന്റെ കാര്യത്തിൽ മുഴുകിയാൽ നിസ്കാരത്തിന്റെ സമയം പോണത് ഓർമ്മയില്ല, അതേപോലെ തന്നെ ചെയ്യേണ്ട കുറെ നന്മകളെ പറ്റി ഒരു ഓർമ്മയില്ല, രാവിലെയും വൈകുന്നേരവും പതിവാക്കേണ്ട ദിക്റുകൾ എത്രയുണ്ട്, ആ ദിക്റുകളെ പറ്റി ഓർമ്മയില്ല, നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റുകൾ എത്രയുണ്ട്, അത് ഓർമ്മയില്ല. കാരണം ദുന്യാവിന്റെ ശുഅലാണ്, ദുന്യാവിന്റെ തിരക്കൊരു ഭാഗത്ത് ഇങ്ങനെ മാടി വിളിക്കുകയാണ്. ആ തിരക്കിലേക്ക് പോയിട്ട് അതൊക്കെ നമുക്ക് അനുകൂലമാക്കി തന്ന അള്ളാനെ ഓർക്കാൻ നേരല്ല, അള്ളാനെ ഓർക്കാൻ നേരല്ല. നമ്മൾ അള്ളാനെ ഓർക്കാത്ത അശ്രദ്ധരായ മനസ്സുള്ള ആളുകളെ പിന്നാലെ വെറു പിടിച്ചോടുകയാണ്. അത് പാടില്ല എന്ന ഖുർആൻ പറയണത്. അതിന്റെ കാരണം എന്താ അറിയോ? വത്തബാ ഹവാ, അവൻ ദേഹേച്ഛയെ പിൻപറ്റി. അതാ പ്രശ്നം. തന്നിഷ്ടങ്ങളെ പിൻപറ്റിയപ്പോഴാണ് ആ നിലപാടിലേക്ക് അവൻ മാറേണ്ടി വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടവരായി നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഇത് വല്ലാത്തൊരു തിരിച്ചറിവായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ദേഹേച്ഛ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഒരു തമാശക്കെങ്കിലും ചോദിച്ചു പോകുന്ന ഒരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ ചെയ്തു കാണിച്ചു, കുറേ കാര്യങ്ങൾ അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യപ്രകൃതിയാണല്ലോ. അദ്ദേഹം അക്കാലത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇക്കാലത്ത് എടുക്കണം, അല്ലെങ്കിൽ ഇന്നത്തേക്കും ബാധകമാണ് എന്ന് വാശി പിടിച്ചാൽ അതിപ്പോ എങ്ങനെ ശരിയാകുക? അതിൽ എന്ത് യുക്തിയാണുള്ളത്, അതിലെന്ത് ന്യായമാണുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ ചോദ്യം യഥാർത്ഥത്തിൽ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ചോദിക്കുന്ന കുറെ രാഷ്ട്രീയക്കാരുണ്ടാകും, വലിയ സാംസ്കാരിക പ്രവർത്തകർ എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുണ്ടാവും, വലിയ കവികള്, വലിയ ചരിത്രകാരന്മാർ, വലിയ എഴുത്തുകാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ വലിയ ബുദ്ധി കൊടുത്തിങ്ങനെ പുറത്തേക്ക് തള്ളുന്ന കാര്യമാണെന്ത്? 6-ാം നൂറ്റാണ്ടിൽ ആ പഴയ പ്രാകൃത കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ ഈ പുരോഗതി കൈവരിച്ച ലോകം എവിടെയോ എത്തി നിൽക്കുന്ന ഈ കാലത്ത് അന്ന് മുഹമ്മദ് പറഞ്ഞതൊക്കെ ഇന്ന് വലിച്ചു വാരി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ് എന്ന് ചോദിക്കൂ. അപ്പൊ ആ ചോദ്യം കേട്ട് നമ്മൾ അയാൾ ഭയങ്കര ചിന്തകനാണ്, അയാൾ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ ആളുകൾ പറയും. അയാൾ വട്ടപൂജയാണ്, അയാൾ ഒന്നുമല്ല, അയാൾ എന്ത് ചിന്തകനാ? അയാൾക്ക് ആത്മാർത്ഥമായ നല്ല ഒരു ചിന്ത ഉണ്ടെങ്കിൽ അയാളത് പറയില്ല. അതാ അയാൾക്ക് അറിവില്ലായിട്ട്, അയാൾക്ക് അറിവുണ്ട്, അറിവാണ് അയാളെ കൊണ്ടത് പറയിപ്പിച്ചത്. പക്ഷെ ആ അറിവ് എന്താ അറിയോ? വിവേകമില്ലാത്ത അറിവാണ്. അഥവാ മക്കത്തെ മുശിരിക്കിനെ പറ്റി പറഞ്ഞല്ലോ, മക്കത്തെ അന്നത്തെ അവിശ്വാസികളെ പറ്റി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൊക്കെ വന്നൊരു കാര്യമാണ്, അവർ ജാഹിലിയ ആളുകളായിരുന്നു. അപ്പൊ നമ്മൾ കേട്ടാൽ വിചാരിക്കും ഒന്നും അറിയാത്ത, വളരെ
പിന്നെ അടിയിൽ പാമരന്മാരായി ഒരു വസ്തുവിന് പറ്റാത്ത ആളുകളായി ജീവിച്ചവരാന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. കാരണം അവരെ പറ്റി ഖുർആൻ പച്ചക്ക് പറഞ്ഞു ജാഹിലുകളാന്നൊക്കെ പറഞ്ഞു. ആ ജഹില് ഏതാണെന്നറിയോ? വിവേകമില്ല എന്നാണ്. അറിവില്ലായിട്ടല്ല, അവർക്ക് നല്ല അറിവുണ്ട്. എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെ എല്ലാ അറിവും ഓൽക്കുണ്ട്. പക്ഷെ അവർക്ക് എന്തില്ല? അറിവിനൊത്ത വിവേകം അവർക്കില്ല. അതേ ഗണത്തിലാണ് ഇങ്ങനെ പറയുന്ന ആളുകളും വരിക. വേറൊന്നും ചിന്തിക്കണ്ട. ഇങ്ങനെ ആര് പറഞ്ഞാലും, അത് ഒരു മൗലവി പറഞ്ഞാലും, ഒരു ഉസ്താദ് പറഞ്ഞാലും, ഒരു അധ്യാപകൻ പറഞ്ഞാലും, ജാഹിലീങ്ങളെ ഗണത്തിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ സ്വഭാവം കൊണ്ട് അയാളെ പെടുത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഖുർആൻ അതിന് ഒരു മറുപടി തന്നല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചെറിയൊരായത്തിലൂടെ ഖുർആൻ പറഞ്ഞു വമാ യന്തിഖു അനിൽ ഹവാ, വമാ യന്തിഖു അനിൽ ഹവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഹേച്ഛ തൊട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാ പ്രത്യേകം ഒരു പദം കൊണ്ടുവരുന്നുണ്ട്. അഥവാ ഹവ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ സ്വദറിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പല കാരണങ്ങളാൽ പൊട്ടിപ്പുറപ്പെടുന്ന ചില ചിന്തകളാണ്. ആ ചിന്തകളെ ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞിട്ടില്ല, ദീനായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വ്യക്തമായ ദിവ്യബോധനം. ഓരോ പ്രശ്നത്തിലേക്കുമുള്ള ആയത്ത് അല്ലാഹ് ഇറക്കി കൊടുത്തു. അതിന്റെ വിശദീകരണം ഇന്നതാണ്, ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിപ്പ് കൊടുത്തു. അത് അവിടുന്നിന്റെ വാക്കായി നമ്മൾ ആ അറിയിപ്പ് പ്രകാരം നമ്മളെ പഠിപ്പിച്ചു. ദീനിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ. ദുന്യാവിൽ സ്വഹാബത്തുമായി പലതും പങ്കുവച്ചിട്ടുണ്ട്. ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് അത് അറിയുക, എനിക്കത് വല്ലാതെ വശമല്ല. ഇപ്പം എത്രത്തോളം എന്ന് പറഞ്ഞാൽ, രണ്ടാളുകൾ തമ്മിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പരിഹാരം കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോകും. അപ്പൊ അവർ വന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കെന്താ അറിയോ? നിങ്ങളിൽ ആരാണോ കാര്യങ്ങൾ കൂടുതലായി പറയുന്നത് അതനുസരിച്ചായിരിക്കും ഞാൻ വിധി പറയാം. കാരണം എനിക്ക് നിങ്ങളെ അവസ്ഥ അറിയില്ല, എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന് നിങ്ങളെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് ഉള്ളത് സംഭവിച്ചത് എന്താന്നുള്ളത് എന്നോട് തുറന്ന് പറയണം, ഇന്നതാണ് എന്ന് പറയണം. അപ്പോഴേ എനിക്ക് അതിൻ്റെ വിധി പറയാൻ പറ്റുള്ളൂ. അത് ഒരു ഭൗതിക നിലപാടാണ്. എന്നാൽ അത് കേട്ട് വിധി പറയൽ മതപരമായ നിലപാടാണ്. ആ വിധി പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സ്വന്തം മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും കൈപ്പടം കൊത്തിയാണ് മുറിക്കുന്നതാണ്. കൈപ്പടം കൊത്തിയാണ് മുറിക്കുന്നു. അത് ദീനാണ്. അവിടെ എൻ്റെ ചോരയാണ്, എൻ്റെ കരളിൻ്റെ കഷ്ണം, ഖിതാത്തു ഖബ്ദി ഫാത്തിമ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാനുമായി ആദ്യം ചേരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകളാണ്. അതുകൊണ്ടൊരളവ് കൊടുക്കാൻ പറ്റൂല, അത് ദീനാണ്. എന്നാൽ ആ വക്കാലത്ത് ചോദിക്കലോ അത് ദുന്യാവാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വക്കാലത്തിന് എന്നെ കിട്ടൂല, കാരണം അത് ദീനിന് പറ്റൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്റെ ഇഷ്ടപ്രകാരം ഒന്നും എന്തായിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇതാണ് മനസ്സിലാക്കിയാൽ പിന്നെ ഇതെങ്ങനെ ഈ കാലത്തേക്ക് പറ്റുക, അതെങ്ങനെ ആ കാലത്തേക്ക് പറ്റുക എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ഈ ലോകം അവസാനിക്കുന്നത് വരെ ഇവിടെ ആരൊക്കെ വരുന്നുണ്ടോ അവർക്ക് പഠിക്കാനും പ്രാവർത്തികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച ഒന്നാണ് വിശുദ്ധ ഇസ്ലാം എന്നത്. ആ ഇസ്ലാമാകുന്ന മാർഗത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന ഏറ്റവും വലിയ ഒരു രോഗം, ഒരു അപകടമാണ് ദേഹേച്ഛ, തന്നിഷ്ടം എന്നത്. അതാണ് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ അപകടങ്ങളെപ്പറ്റി പല നിലക്കും പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം ആ അപകടങ്ങളാണ് ശരിക്കും നമ്മൾ ഈ കാലത്തേക്കൊന്നും ചേർത്ത് വായിക്കേണ്ടത്. ഒരാളിപ്പോൾ ചിന്തിക്കുക, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഞാനങ്ങനെ എൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും പറയലില്ല, എൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യലില്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ട് ഒരു വിധിയും ഞാൻ മാറ്റാറില്ല, ഒരായത്തിനെ തള്ളാറില്ല, ഒരു ഹദീസിനെ വേണ്ട എന്ന് വെക്കാറില്ല എന്നൊന്നിപ്പോൾ, അതുകൊണ്ട് എനിക്ക് അത്ര ബാധകമല്ല എന്ന് നമ്മിൽ ഒരാൾ ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ, നമ്മളെപ്പോലെയുള്ള പല ആളുകളും ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടത് കാരണം ഉയർന്നു നിൽക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരാള് നമ്മൾ.
ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരാളാണ് നമ്മൾ. അത് കാരണമുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരിൽ ഒരാളാണ് നമ്മൾ. അത്തരം പ്രശ്നങ്ങളെ പരിഹരിച്ചെടുക്കാനുള്ള പ്രതിക്രിയ എന്താണോ അത് സമൂഹത്തിൽ നടപ്പിലാക്കാനുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് മനസ്സിലാവും, ശരിയാണ്, ഈ പ്രശ്നം ഇന്ന ആളിലുണ്ട്, ഈ പ്രശ്നം ഇന്നവരിലുണ്ട്, ഇത് ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. അതിലൊന്നാമത്തെ പ്രശ്നം എന്താണ്? അള്ളാഹു തന്ന ഹിദായത്ത് നമ്മിൽ നിന്ന് നമ്മൾ അറിയാതെ കൊഴിഞ്ഞു പോകും എന്നതാണ് ഏറ്റവും വലിയ അപകടം. ദേഹേച്ഛക്ക് അടിമപ്പെട്ട ഒരാള് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന അള്ളാഹുവിന്റെ മുമ്പിൽ അയാൾ ആവർത്തിച്ചിങ്ങനെ പറയാണ്, നേർമാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണേ എന്നല്ല അയാൾ പറയണത്. അതൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അയാൾ ചെയ്യുന്ന പണി എന്താ അറിയോ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ശപിക്കപ്പെട്ട, നിന്റെ കോപത്തിന് ഇരയാക്കപ്പെട്ട ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തരുതേ നാദാ എന്ന് എവിടെ വെച്ചാണോ അള്ളാഹിനോട് പറഞ്ഞത്, അവിടുന്ന് ഇറങ്ങിയ ഉടനെ അയാൾ പിന്നെ ചെയ്യണ പണി എന്താ അറിയോ? ഈ ജൂത ക്രൈസ്തവ വർഗത്തിന്റെ സ്വഭാവത്തിലേക്ക് അയാളാണ് പോകുക. എന്താ അങ്ങനെ പറഞ്ഞത്? ദേഹേച്ഛകൾ കൊണ്ട് ഏറ്റവും പരീക്ഷിക്കപ്പെട്ട രണ്ട് വർഗമാണ് അവർ. ദേഹേച്ഛകൾ കൊണ്ട് ഹവയെ പിൻപറ്റി പരമാവധി തെറ്റിലേക്ക് പോയ, പിഴവിലേക്ക് പോയ രണ്ട് വിഭാഗമാണ് അൽ യഹൂദ് വന്നസ്വാറ. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ ഒരു പ്രയാസം എന്നത് ഹിദായത്തിൽ നിന്ന് നമ്മൾ പുറത്താകുന്നുള്ളതാണ്. ഹിദായത്തിൽ നിന്ന് പുറത്താകുക എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ നഷ്ടം വേറെ വരാമല്ലോ. കാരണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ, അള്ളാഹുവെ എനിക്ക് നേർമാർഗം നൽകണേ എന്നാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതലായി നൽകണേ എന്ന് നമ്മൾ ആവശ്യപ്പെട്ട കാര്യം എന്താ ജീവിതത്തിൽ? ആ പ്രാർത്ഥന എന്താ? റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മന, നിന്റെ കാരുണ്യമാകുന്ന ഹിദായത്തിനെ നന്നായി ധാരാളം ഞങ്ങൾക്ക് നൽകണേ എന്ന് റബ്ബിനോട് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന ഒരു കാര്യമാണ് ഹിദായത്ത്. അപ്പൊ ആ ഹിദായത്തിൽ നിന്ന് ഏറ്റവും കൂടുതലായി തെറ്റിക്കപ്പെട്ട രണ്ട് വർഗം അൽ യഹൂദ് വന്നസ്വാറ. അവർക്ക് വന്ന പിഴവുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ ദേഹേച്ഛയുടെ പിന്നാലെ പോയാൽ അവരെ ബാധിക്കും. അതാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ നോക്കൂ നിങ്ങൾ, എന്തൊരു വിഷയം ഉണ്ടെങ്കിലും ആളുകൾക്ക് അത് ഭയങ്കര പൊലിപ്പിച്ചിട്ട് കൊണ്ടു നടക്കണം. ശരിക്ക് വിവാഹം എന്നുള്ള നിക്കാഹ് എന്നുള്ള സംഗതി മാത്രം എടുക്കുക. സിവാജ്, നിക്കാഹ് എന്നുള്ളത് ശരിക്ക് ഇസ്ലാമിൽ പവിത്രമാക്കപ്പെട്ട ഒരു ആരാധനയാണല്ലോ നിക്കാഹ്. ഇന്നിപ്പോൾ ഏത് നിക്കാഹിന്റെ വേദിയിലാണ് നമുക്കൊരു ആരാധന മനസ്സോടെ കൂടാൻ പറ്റുക? അങ്ങനെ കൂടാൻ പറ്റിയ എത്ര നിക്കാഹിന്റെ വേദികളുണ്ടാവും? വളരെ ചുരുക്കമായിരിക്കും. കാരണം അതൊന്നും ഇബാദത്തിനല്ല പ്രസക്തി. ഒരാൾ വന്ന് അവിടെ രണ്ട് സാക്ഷികൾ മുഖാന്തരം രണ്ട് കുടുംബങ്ങളെ ചേർത്തി ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഇബാദത്തിന് ഇന്ന് പ്രസക്തി ഇല്ല. അത് എവിടുന്ന ആളുകൾ, അത് ദീനിന് ആളുകൾക്ക് വേണ്ട. അതും ഇങ്ങനത്തെ ഈ വിഭാഗത്തിന്റെ ആളുകളുടെ പിന്നാലെ പോയിട്ട് വിവാഹം എന്നതൊക്കെ വലിയ ആർഭാടമാക്കി മാറ്റി ലക്ഷങ്ങൾ കോടികളൊക്കെ പൊടിച്ച കണക്കിട്ട് ഇങ്ങനെ ഇരുന്നാലാള് കല്യാണമാകുക എന്നുള്ളിടത്താണ്. എത്ര ലളിതമായി നടത്തേണ്ട ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ആളുകൾ ആ ഇബാദത്തിന് തച്ചുടച്ചില്ലേ? അതിനോട് ആളുകളുടെ മനോഭാവം അങ്ങനെ ആയില്ലേ? ഒരു വീട് കൂടെ, ഒരു പുതിയ വീട്ടിക്ക് മാറണമെങ്കിൽ വരെ ആദ്യ അജണ്ട ഇത്ര ലക്ഷം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടോ? അവനവന് റഹ്മത്തായി കിട്ടിയ ഒരു വീട്ടിൽ കയറാൻ എന്തിനാ ലക്ഷങ്ങൾ പൊടിക്കേണ്ട ആവശ്യം? ഒരു വാഹനം എടുക്കുന്നിടത്ത് വരെയുള്ള ആർഭാട് ആലോചിച്ച് നോക്കുകയാണ്. വാഹനത്തിനോ വലിയ വിലയാണ്. ഇനി ആ വാഹനം എടുക്കുന്നിടത്തുള്ള ആർഭാട് എത്രയാണ്? എല്ലാ മേഖലയും ഒരു ആഘോഷ ജ്വരത്തിലേക്ക് മാറ്റപ്പെട്ടു. അതൊന്നും ഹിദായത്തിൽ ഇസ്ലാമിൽ പെട്ടതല്ല. എങ്ങനെ നമുക്ക് പെടുത്താൻ പറ്റും? ഒരു വഴിയിലും പെടുത്താൻ പറ്റൂല. അപ്പൊ ആ നിലക്ക് ചിന്തിക്കുന്ന കുറെ ആളുകൾക്ക് നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിലേക്ക് ഞാൻ മാറ്റപ്പെടാൻ പാടില്ല. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ അതിലേക്ക് മാറിയാലും അവന് മാറാം.
ഞാൻ അതിന് കുടപിടിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ അപകടം എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലായ ആളുകളെ ചർച്ച എവിടെ നോക്കിയാലും ഭിന്നതയാണ്, എവിടെ നോക്കിയാലും പ്രശ്നമാണ്, കുഴപ്പമാണ്, ഒരു ഐക്യമില്ല, ഒന്നിക്കണില്ല, ഇങ്ങനത്തെ വർത്തമാനാണ്. യഥാർത്ഥത്തിൽ ഈ ഛിദ്രതയും ഭിന്നതയും ഒക്കെ ഉടലെടുത്തത് എങ്ങനെ? അതിൻ്റെ പിന്നിലൊക്കെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളും ഉണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ ഇല്ലാതെ ഒരു ഭിന്നതയും ഒരു ഛിദ്രതയും ഉണ്ടായിട്ടില്ല. സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളെ വേട്ടയാടാൻ മാത്രം പാകമായ പല്ലുകളുമായി കുറച്ച് ആളുകൾ ഉണ്ടാവും. അവരാ പല്ലുകൾ ഉപയോഗിച്ച് ഇവരെങ്ങനെ വേട്ടയാടും. അപ്പൊ സത്യത്തിന്റെ ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയൂല, സ്വസ്ഥത ഉണ്ടാവൂല. അങ്ങനെയാണ് എല്ലായിടത്തും നോക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, മതം അല്ല ഏൽപ്പിച്ചത് മനുഷ്യരെയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. മതം അല്ല ഏൽപ്പിച്ചത് മലക്കുകളല്ല. മലക്കുകളാണെങ്കിൽ ലാ യഅസൂന അല്ലാഹ മാ അമറഹു, അല്ല കൽപ്പിച്ചതിന് എതിരായിട്ട് അവർ ചെയ്യൂല. മനുഷ്യനങ്ങനെയല്ല. അല്ല എന്ത് പറഞ്ഞു അതിൻ്റെ അപ്പുറം കുറച്ച് പിടിക്കാൻ പറ്റുമോ ചിന്തിക്കുന്ന ആളാ മനുഷ്യൻ. മനസ്സിലാകണ്ടോ? അപ്പോ ആ പോരായ്മ എല്ലാ കാലത്തും ഉണ്ടാവും. മഹാനായ ഇബ്നു ബത്താർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആദനല്ലാഹ്, നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. വയ്യാക്കും മിനൽ ആറാഇൽ മുഖ്തറഅ, പുതിയതായി ഉണ്ടാക്കപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അഹ്വാഇൽ മുത്തബഅ, പിൻപറ്റപ്പെടുന്ന ദേഹേച്ഛകളെ സൂക്ഷിക്കണം. വൽ മദാഹിബൽ മുബ്തദഅ, പുതിയതായി ഉണ്ടാക്കപ്പെട്ട വഴികൾ, അഭിപ്രായങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന അഹ്ലഹാ ഖറജു അൻ ഇജ്തിമാഇൻ ഇലാ ശത്താത്തിൻ, അതേപോലെ വഅൻ നിളാമിൻ ഇലാ തഫറുഖിൻ, ഒന്നിച്ചു നിൽക്കുക എന്നതിൽ നിന്ന് ഛിദ്രതയിലേക്കും വ്യവസ്ഥാപിതമായി പോവുക എന്നതിൽ നിന്ന് ഭിന്നതയിലേക്കും പോയ ആളുകളാണ് ഇത്തരം സ്വഭാവത്തിന്റെ ആളുകൾ. അവരെ നിങ്ങൾ പേടിച്ചോളിന്നാണ്. ഓരോരുത്തരിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഇങ്ങനെ തപ്പി ലെൻസ് വെച്ച് നോക്കി നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അവരിലൂടെ നമ്മൾ വിചാരിക്കാത്ത കുറെ ഛിദ്രതയും ഭിന്നതയും ലോകത്തിന്റെ ഭാഗമായിട്ട് മാറും. അതിന് നമ്മൾ പേടിക്കണം. സത്യം എന്നും ഒന്നാണ്, രണ്ടില്ല. രണ്ട് സത്യം എന്നെവിടെയില്ല, ഒറ്റ സത്യമുള്ളൂ. സൽക്കർമ്മം എന്നും ഒന്നാണ്, അതിൻ്റെ നിബന്ധനകൾ രണ്ടാണ്, അതിലപ്പുറമില്ല. അപ്പൊ ആ നിലപാട് നമ്മൾ ഉറപ്പിച്ചാൽ പിന്നെ പ്രശ്നമില്ല. എല്ലാം കേട്ട് ഞാൻ ആകെ ഇടങ്ങാറായി നിൽക്കുകയാണ്, എനിക്കൊന്നും തിരിയണില്ല എന്നൊരു മനുഷ്യന് പറയാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, നമ്മുടെ മക്കൾക്ക് പഠനത്തിനാവശ്യമായ ഒരു സമയം വരുമ്പോൾ എത്ര സ്ഥലങ്ങൾ നമ്മൾ കയറി ഇറങ്ങുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ഞാനിന്ന് 10 കോളേജിൽ പോയി, 10ഉം പറ്റൂല എന്ന് പറയലുണ്ടോ? ഇല്ല. ആ 10ൽ ഏതെങ്കിലും പറ്റുമോ നോക്കും, ഇല്ലെങ്കിലോ 11ാമത്തേക്ക് പോകും. എന്ന പോലെ നമ്മൾ തലങ്ങും വലവും കാര്യങ്ങൾ കേൾക്കും. കേട്ട് നിൽക്കല്ല, അള്ളാഹുവേ സത്യത്തിലേക്ക് എന്നെ നയിക്കണേ, സത്യം എനിക്ക് കാണിച്ചു തരണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മിലുണ്ടെങ്കിൽ നമുക്കെന്തില്ല, ഇങ്ങനെ കുറേ കുഴപ്പങ്ങളിൽ പ്രശ്നങ്ങളിൽപ്പെട്ട് ഒരു നിലപാട് ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരൂല. ഇനി മൂന്നാമത്തെ അപകടം എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മനസ്സിലാക്കി നമ്മിലൊരു മാറ്റം ഉണ്ടാക്കാൻ തോന്നൂല. ദേഹേച്ഛ പിൻപറ്റുകയാണെങ്കിൽ എന്ത് കേട്ടാലും അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ തോന്നും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ താക്കീത് കൊടുക്കണം. ആർക്ക്? മയ്യഖാഫു വഈദ്, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിനെ പേടിക്കുന്നവർക്ക് നിങ്ങൾ താക്കീത് കൊടുക്കണം. ഫദക്കിർ ബിൽ ഖുർആനി മയ്യഖാഫു വഈദ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്കാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഖുർആനും ഹദീസും കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നമ്മുടെ തന്നിഷ്ടത്തെ ഒഴിവാക്കണം. മറ്റൊന്ന്, സമൂഹത്തിൽ ഉണ്ടാകുന്ന കുറേ നൂതനവാദങ്ങൾ ഉണ്ടാകും, പുത്തനാചാരങ്ങൾ. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വളർന്ന കാലത്ത് കുറേ ആളുകൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ പിന്നാലെ നമ്മൾ പോയി വഞ്ചിതരാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തെ പരിഗണിക്കാൻ പാടില്ല. സുപ്രധാനമായ 4 അപകടങ്ങളാണ് സൂചിപ്പിച്ചത്. ഇതാണ് ഏറ്റവും പ്രധാനമായി നമുക്കിടയിലുള്ള അപകടങ്ങൾ.
അപ്പൊ ഈ അപകടങ്ങളിൽ പെടാതെ നമുക്ക് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ ഒരുക്കിയ സ്വർഗത്തിൽ ഒരാളായി, ഒരു കുടുംബമായി ഒന്നിച്ച് കഴിയാൻ സാധിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക, തന്നിഷ്ടങ്ങളെ അകറ്റി നിർത്തുക, അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനും അതേപോലെ തന്നെ മാറി ചിന്തിക്കാനുമൊക്കെ നമ്മൾ സന്നദ്ധരാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.